പഞ്ചാബിലെ ജനങ്ങൾ വലിയ പ്രളയക്കെടുതി കൊടിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. എന്നാൽ ചൈനയിൽ പോയി ആർത്തുല്ലസിച്ച് വഷളം ചിരിയും ചിരിച്ച് ഇന്ത്യയിലെത്തിയ മോദി പഞ്ചാബിലെ ജനങ്ങളുടെ ദുരിതം അകറ്റുന്നതിന് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം എങ്ങനെ തനിക്ക് വോട്ടുകൾ സ്വന്തമാക്കാം എന്നുള്ള ചിന്തയിൽ മാത്രമായിരുന്നു. ചൈനയിൽ നിന്നും തിരിച്ചെത്തിയ ഉടൻ മോദി ചെയ്തത് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ടെലികോൺഫറൻസിലൂടെ ബീഹാറിലെ സംഘികളെ അഭിസംബോധന ചെയ്ത് അരമണിക്കൂറിലധികം കരച്ചിൽ നാടകം കളിക്കുകയായിരുന്നു. ഈ മോങ്ങൽ മോദിക്ക് ശക്തമായ മറുപടി നൽകി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത അത്രയും വലിയ പ്രളയമാണ് പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ഇത്ര വലിയ ഒരു ദുരന്തം പഞ്ചാബിൽ ഉണ്ടായിട്ടില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവും എന്ന് പറയാതെ വയ്യ. 8-10 അടി ഉയരത്തിലാണ് വെള്ളം പലയിടങ്ങളിലും പൊങ്ങിയിരിക്കുന്നത്. കൃഷിക്കുണ്ടായിരിക്കുന്ന നാശം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയാണ്. വളരെയേറെ ആളുകൾക്ക് ജീവനാശം വരികയും വീടുകളും കെട്ടിടങ്ങളും എല്ലാം തകർന്നടിയുകയും ചെയ്തിരിക്കുന്നു. പഞ്ചാബിന്റെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്നും അടുത്ത കാലത്ത് ഇത്ര വലിയ ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചൈനയിലെ ചിരിനാടകം കഴിഞ്ഞ് ഇന്ത്യയുടെ ഭൂമി തട്ടിക്കൊണ്ടുപോയ ചൈനയുടെ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ച് അളിഞ്ഞ് ചിരി ചിരിച്ച് ഇവിടെ എത്തിയ മോദി ചെയ്തത് എന്നെ അധിക്ഷേപിച്ചു, എന്റെ അമ്മയെ അധിക്ഷേപിച്ചു, അതുകൊണ്ട് ബീഹാറിലെ ജനങ്ങൾ എല്ലാം എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഡൽഹിയിലിരുന്ന് ബീഹാറിലെ സംഘികളോട് വീഡിയോ കോൺഫറൻസിലൂടെ കരഞ്ഞ് നാടകം കളിക്കുകയാണ്. പഞ്ചാബിന് അർഹമായ അവരുടെ GST വിഹിതം പോലും മോങ്ങൽ മോദിയും കൂട്ടരും നൽകാൻ തയ്യാറായില്ല. പഞ്ചാബിനെന്നല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും അവർക്ക് അവകാശപ്പെട്ട വിഹിതം കൂടി തട്ടിയെടുക്കുകയാണ് മോങ്ങൽ മോദിയും കൂട്ടരും ചെയ്യുന്നത്. പഞ്ചാബ് ഇത്ര വലിയ ദുരിതത്തിൽ നെഞ്ചുപൊട്ടി കരയുമ്പോൾ മോദി നാടകം കളിക്കുകയാണ്. അത് മാത്രവുമല്ല, ഈ ദുരിതത്തിനിടയിലും ഇതൊന്നും പോരാഞ്ഞിട്ട് ബീഹാറിൽ ഇന്ന് ബന്ധു നടത്തുകയാണ്. ഈ മോദിക്ക് തക്കതായ മറുപടി നൽകിയാണ് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നത്. പ്രളയ ദുരിതത്തിൽ നീറുന്ന പഞ്ചാബിലേക്ക് അദ്ദേഹം ഇന്ന് ദുരിതബാധിതരെ കാണാനും ആശ്വസിപ്പിക്കാനും നേരിട്ട് പോവുകയും ആണ്. അദ്ദേഹം മോദിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. नमस्कार। पंजाब में बाढ़ के कारण बहुत नुकसान हुआ है। जम्मू कश्मीर, हिमाचल प्रदेश और उत्तराखंड में भी बहुत बुरी हालत है। बहुत दुख होता है ये देखकर कि लोग अपने बच्चों को, अपने परिवारों को बचाने के लिए इतना संघर्ष कर रहे हैं। मोदी जी, सरकार की जिम्मेदारी लोगों की रक्षा करनी होती है। आप जल्दी से जल्दी इन स्टेट्स के लिए एक स्पेशल रिलीफ पैकेज तैयार कीजिए और लोगों की प्रोटेक्शन कीजिए। धन्यवाद। നമസ്കാരം. പഞ്ചാബിൽ പ്രളയത്തിന്റെ കാരണത്താൽ വളരെയധികം നാശനഷ്ടം ഉണ്ടായി. ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വളരെ ദുരിതപൂർണമായ സ്ഥിതിയാണ്. ഇത് കാണുമ്പോൾ വളരെയധികം മനോവേദന ഉണ്ടാവുന്നു. ആളുകൾ തങ്ങളുടെ കുട്ടികളെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ മോദി സർക്കാരിന്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ സുരക്ഷയെ ഉറപ്പുവരുത്തുകയാണ്. താങ്കൾ എത്രയും വേഗം ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ദുരിത നിവാരണ പാക്കേജ് തയ്യാറാക്കൂ. അതുവഴി ആളുകളെ സംരക്ഷിക്കൂ. നന്ദി. സ്വന്തം രാജ്യത്തെ പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ജനങ്ങൾ ഇത്ര കൊടിയ ദുരന്തം അനുഭവിക്കുമ്പോൾ മോങ്ങൽ മോദി ചെയ്തത് എന്താണ് എന്ന് കാണേണ്ടേ? ബീഹാറിലെ ആളുകളുടെ മുന്നിൽ മോങ്ങൽ നാടകം കളിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഓർത്ത് വളരെ വേദനിക്കുന്നു എന്ന് ട്വീറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചിന്തയും പ്രാർത്ഥനയും ഈ വിഷമഘട്ടത്തിൽ ദുഃഖിതരായ അഫ്ഗാനിസ്ഥാനിലെ ആളുകളുടെ കുടുംബത്തോടൊപ്പമാണ്. അതുപോലെ പരിക്കേറ്റവർ ഏറ്റവും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഈ ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ മനുഷ്യത്വപരമായ സഹായവും ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്ന്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനെ സഹായിക്കാൻ സർവ്വസജ്ജമായി മോദി നിൽക്കുകയാണ്. എന്നാൽ പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും ഉത്തരാഖണ്ഡിലെയും ഹിമാചലിലെയും പ്രളയ ദുരിതം നേരിടുന്ന സ്വന്തം ആളുകൾക്ക് ഒരു സഹായവും ചെയ്യാൻ മോദിക്ക് മനസ്സില്ല. അഫ്ഗാനിസ്ഥാനിലെ ആളുകളുടെ വേദനയിൽ ഹൃദയം നൊന്ത് കരയുന്നത് നല്ല കാര്യം തന്നെയാണ്. അവർക്ക് അത്യാവശ്യമായ അല്പം സഹായങ്ങളും നൽകേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ഇത്ര വലിയ ദുരിതം കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ സാധിക്കുന്നു നോൺ ബയോളജിക്കൽ മോങ്ങൽ മോദിക്ക് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അതുപോലെ ഇന്ത്യയിലെ നാണംകെട്ട സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന വർഗം ഒന്നുപോലും
ഈ ദുരന്തം അനുഭവിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ തയ്യാറായിട്ടില്ല. അവരെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല. ആകെ സഹായവുമായി അവിടെ എത്തിയത് സോനു സൂദ് മാത്രമാണ്. അതുപോലെ ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സംഘികൾക്കും മോങ്ങൽ മോദിക്കും കൂട്ടർക്കും ഈ സംസ്ഥാനങ്ങളൊന്നും ഇന്ത്യയുടെ ഭാഗമല്ല. കാരണം അത് ഭരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആളുകളാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെയാണ് ഇതുപോലെ ദ്രോഹിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത്? ഇവിടുത്തെ പ്രളയത്തിന്റെ ചില ഭീകരമായ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ഇവിടെ വലിയ പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ഈ കർഷകൻ അവർക്ക് സഹായവുമായി എത്തിയവർക്ക് ചായയും ബിസ്ക്കറ്റുമായി എത്തുന്ന ഈ ദൃശ്യം കണ്ടോ? ഇവിടെ ഒരു കൊച്ചു കുഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതം വേഗം മാറ്റണമെന്ന്, പഞ്ചാബിനെ കാത്തുകൊള്ളണേ എന്നും പറഞ്ഞ്. ഇവിടെ ഈ മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചങ്കു പൊട്ടിപ്പോകുമെന്ന് പറയാതെ വയ്യ. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് സംസാരിക്കാൻ പോലും ആവുന്നില്ല. എന്നാൽ മോങ്ങൽ സർക്കാർ അവരെ സഹായിക്കാൻ തയ്യാറല്ല. അതിനു പകരം ബീഹാറിൽ എത്ര വോട്ടൊപ്പിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ശ്രദ്ധ. മനുഷ്യനായി പിറന്ന ആർക്കെങ്കിലും ഇതിന് സാധിക്കുമോ? എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഇതുപോലെ ദ്രോഹിക്കാൻ തോന്നുന്നത്? പഞ്ചാബിലെ ജനങ്ങൾ ഒന്നടങ്കം ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെയാണ് ഉള്ളതെല്ലാം പെറുക്കി ഈ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നത്. ഇവിടെ കുറെ മുസ്ലിം ആളുകൾ പ്രളയ ദുരിതാശ്വാസ സാമഗ്രികളുമായി ആളുകളെ സഹായിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടോ? മതവും ജാതിയും ലിംഗവും വർണ്ണവുമല്ല, മറിച്ച് മനുഷ്യൻ എന്ന ഒറ്റ മതമേ ഉള്ളൂ എന്ന് ഈ സംഘികൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ രാജ്യത്തെ മുഴുവനും കുട്ടിച്ചോറാക്കുകയാണ് വിവേകമില്ലാത്ത മോങ്ങൽ മോദിയും കൂട്ടാളികളും. ജനങ്ങളെ, സംഘികളെ, നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കുക. രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വന്തം അധികാരവും കസേരയും എക്കാലവും നിലനിർത്തുകയും മുടങ്ങാതെ വലിയ വില കൂടിയ പ്രച്ഛന്ന വേഷം ധരിച്ച് വിദേശ രാജ്യങ്ങൾ കറങ്ങി അടിക്കുകയും മാത്രമാണ് മോദിക്ക് താല്പര്യമുള്ളത്. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതമോ സമ്പൽ സമൃദ്ധിയോ സുരക്ഷയോ ഒന്നും മോദിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ല. തനിക്ക് വോട്ടുകൾ കിട്ടാനുള്ള നാടകം മാത്രം കളിക്കുകയും അദാനിയും അംബാനിയും പിന്നെ മറ്റ് ഏതാനും ചില സഹസ്ര കോടീശ്വരന്മാർക്ക് ഇന്ത്യക്കാരുടെ സ്വത്ത് വീതിച്ചു നൽകുകയും മാത്രമാണ് മോദിയുടെ ജീവിത ലക്ഷ്യം തന്നെ. ദുരിതം അനുഭവിക്കുന്ന പഞ്ചാബിലെയും കാശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സംഘികൾ ഇനിയെങ്കിലും ചിന്തിക്കാൻ തയ്യാറാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.